സോ വെൽക്കം ബാക്ക്. 25,000 രൂപ റേഞ്ചിൽ ഒരു അടിപൊളിയായിട്ടുള്ളൊരു വിവോ ഫോൺ, വിവോ T3 Pro 5G. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഓവറോൾ സ്പെസിഫിക്കേഷൻസ്, പ്രൈസിങ്ങൾ, എല്ലാ ഡീറ്റെയിൽസും ഈ ഒറ്റ വീഡിയോ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആയിട്ട് പ്രൈസ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് ബേസ് മോഡൽ. ഇതിൻ്റെ പ്രൈസ് 24,999 ആണ്. ഹയർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ 8GB 256GB വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 26,999 ആയിട്ടാണ് വരുന്നത്. ഓഫേഴ്സ് ഉണ്ട്. ബേസ് മോഡൽ 21,999 കിട്ടുന്നതായിരിക്കും. ഇൻസ്റ്റൻറ്റ് ബാങ്ക് ഓഫറാണ് വരുന്നത്. സോ വാങ്ങുന്നുണ്ടെങ്കിൽ ഈ ഒരു ബാങ്ക് ഓഫർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു പ്രൈസ് പോയിന്റ് ഫോൺ കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നോർമൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ 25K ആണ് വരുന്നത്. ആ ഒരു പ്രൈസ് പോയിന്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിന് മുമ്പേ നമ്മൾ പല ഫോണിലും കണ്ടുവന്ന ഡിസൈൻ തന്നെയാണ്. IQ ഫോണൊക്കെ കണ്ട ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. വീഗൻ ലെതറും വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ബാക്കും വരുന്നുണ്ട്. കളർ ഡിഫറൻസിൻ്റെ കാര്യത്തിലാണത് വരുന്നത്. ഇപ്പം ഓറഞ്ച് കളർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഗൻ ലെതർ കിട്ടുന്നതായിരിക്കും. ഗ്രീൻ കളർ ആണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് കിട്ടുന്നത്. 2 കളേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സോ എടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വീഗൻ ലെതറുള്ള കളർ വേരിയൻ്റ് എടുക്കുക. കുറച്ചും കൂടെ നല്ലൊരു പ്രീമിയം ഇൻഹാൻഡ് ഫീൽ കിട്ടുന്നതായിരിക്കും. സോ രണ്ടും ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് ബിൽഡ് തന്നെയാണ്. അപ്പം അതിൽ വലിയ വ്യത്യാസമില്ല. പക്ഷേ എടുക്കുന്നുണ്ടെങ്കിൽ ആ വീഗൻ ലെതർ എടുത്താൽ കുറച്ചും കൂടെ കാണാൻ രസമുണ്ട്. ഓറഞ്ച് കളർ ആണെങ്കിലും കാണാൻ നല്ല രസമൊക്കെ തന്നെയുണ്ട്. പിന്നെ 185 ഗ്രാം വെയിറ്റ് ആണ് വരുന്നത്. 7.5 mm തിക്നെസ് ഒക്കെ തന്നെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ. ഇനി IP64 വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻറ്റ് റേറ്റിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറായിട്ടാണ് വരുന്നത്. കാണാൻ തരക്കേടില്ല, നല്ല ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. നല്ല പ്രീമിയം, തരക്കേടില്ല എന്നല്ല, നല്ല പ്രീമിയം ലുക്കും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. നല്ല ഡിസൈനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഒരു ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. സോ ഡിസൈൻ വൈസ് വേറെ ലെവൽ തന്നെയാണ്. ഇനി ഡിസ്പ്ലേ 6.77 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD AMOLED 120Hz 4500 നിറ്റ്സിൻ്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ വരുന്നത്. അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല കാണാൻ നല്ല ക്വാളിറ്റിയും നല്ലൊരു പ്രീമിയം ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഡിസ്പ്ലേ വൈസും ഉഗ്രൻ തന്നെയാണ്. ഇനി ക്യാമറ വൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 15 MB പ്രൈമറി ക്യാമറ ആണ് വരുന്നത്. അതും സോണിയുടെ IMX882 എന്ന സെൻസർ കൊടുത്തിട്ടുണ്ട്. 8 MB അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയാണ് പിന്നീട് വരുന്നത്. ഇനി സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 MB സെൽഫി ക്യാമറയാണ് വരുന്നത്. റിയർ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 4K ആയിട്ട് 13 എപ്പിസോഡിലെ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സെൽഫിയിലാണെങ്കിൽ ഫുൾ HD നമുക്ക് 13 എപ്പിസോഡിലെ വീഡിയോസും ഫ്രണ്ടിലും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ക്യാമറ വൈസ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ക്യാമറ ഒന്നും തന്നെ കിട്ടുന്നില്ല, ബട്ട് കൊള്ളാവുന്ന നല്ല ക്യാമറ ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് ഇല്ല, എന്നാലും അത്യാവശ്യം നല്ല ക്യാമറ വരുന്നുണ്ട്. സോ ഇനി പെർഫോമൻസ് ആയിട്ട് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യമാണ് പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ Qualcomm Snapdragonൻ്റെ 7 Gen 3 എന്ന പ്രോസറാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ആൻഡ് ടു സ്കോർ എന്ന് പറഞ്ഞാൽ 8,20,000 എബോ ഒക്കെ തന്നെ വരുന്നുണ്ട്. സോ പെർഫോമൻസ് ഹൈ ലെവൽ തന്നെയാണ്. LPDDR4X റാവും UFS 2.2 സ്റ്റോറേജ് ആയിട്ടാണ് വരുന്നത്. ഫൺ ടച്ച് OS 14 ആയിട്ടാണ് യൂസർ ഇൻ്റർഫേസ് ആയിട്ട് വരുന്നത്. ബേസ്ഡ് ഓൺ Android 14 ആയിട്ടാണ് വരുന്നത്. 2 വർഷത്തെ മേജർ ആയിട്ടുള്ള Android അപ്ഡേറ്റും 3 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും ഇവിടെ വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നോ ഡൗട്ട് അറ്റ് ദ പീക്ക് ലെവൽ ഓഫ് പെർഫോമൻസ് ഇതിൽ കിട്ടുന്നതായിരിക്കും. സോ പെർഫോമൻസിന് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഈ ഒരു ഫോണിന് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ബാറ്ററി 5500 mAh ബാറ്ററിയും 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. സോ അതും നല്ല സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓവറോളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ദി ബെസ്റ്റ് പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഫോണാണ് നോക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ദി ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. നല്ല ഡിസ്പ്ലേ വരുന്നുണ്ട്. അത്യാവശ്യം ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ക്യാമറ വരുന്നുണ്ട്. നല്ല പെർഫോമൻസ് വരുന്നുണ്ട്. നല്ല ബാറ്ററി, നല്ല ഫാസ്റ്റ് ചാർജിങ് ഒക്കെ തന്നെ വരുന്നൊരു ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അങ്ങനെ തന്നെ പറയണം. ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. ബട്ട് മെയിൻലി ഇതൊരു പെർഫോമൻസ് ഓറിയൻ്റഡ് ആയിട്ടുള്ള ഫോൺ തന്നെയാണ്. സോ നിങ്ങൾ ഗെയിമിംഗ് ആണ് നിങ്ങളുടെ മെയിൻ പ്രയോറിറ്റി എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ ഒരു ഫോൺ പോയിട്ട് എടുക്കാം. നോ ഡൗട്ട് 25,000 രൂപ റേഞ്ചിൽ ദി ബെസ്റ്റ് തന്നെയാണ്. ബട്ട് വാങ്ങുന്ന സമയത്ത് ആ ഒരു ഓഫർ പ്രൈസ് കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉഗ്രം തന്നെയാണ്. സോ അതും കൂടെ നോക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് യുവർ ഫൺ അഭിനവ് സൈനിങ് ഓഫ്. ബൈ.